ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സങ്കീർത്തനം 121, പേജ് നമ്പർ 418. നമുക്ക് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കോട്ടയാൽ ചുറ്റപ്പെട്ട പട്ടണം പോലെ യെരൂശലേം പണിയപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രവേശിക്കുന്നു. ഇസ്രായേലിന്റെ നിയമപ്രകാരം കർത്താവിന്റെ നാമം കീർത്തിക്കുവാൻ അവർ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തെന്നാൽ വിധി നടത്തുവാൻ അവനെ സിംഹാസനം സ്ഥാപിച്ചു. യെരൂശലേത്തിന് അഭിവാദനം അർപ്പിക്കുവിൻ. നിന്റെ സ്നേഹിതന്മാർക്ക് സമൃദ്ധിയുണ്ടാകട്ടെ. നിന്റെ സൈന്യങ്ങളിൽ സമാധാനവും ഗോപുരങ്ങൾക്ക് ഉറപ്പുമുണ്ടാകട്ടെ. എന്റെ സഹോദരന്മാർക്കും സ്നേഹിതർക്കും വേണ്ടി നിനക്ക് ഞാൻ വന്ദനം പറയുന്നു. ഞാൻ ദൈവഭവനത്തെ സ്നേഹിക്കുന്നതിനാൽ നിന്റെ ഐശ്വര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മകുടം ചൂടിയിരിക്കുന്ന സഭയിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു എന്നേക്കും. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞാൻ എൻ്റെ കരങ്ങൾ കഴുകി നിർമ്മലമാക്കുകയും നിന്റെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. എന്റെ കർത്താവേ, എല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്ലീഹാകാലം വെള്ളി, പേജ് നമ്പർ 173. നിന്റെ വഴികൾ ഞങ്ങൾ അറിയുവാൻ രക്ഷകനെന്നു ഭിഷഗ്വരരായി സ്ലീഹരെയെങ്ങുമയച്ചല്ലോ. പാപത്താൽ പല പീഡകളാൽ പാടുപെടുന്നോർക്കെന്നെന്നും സൗഖ്യം നൽകും ഭൈഷജ്യം നൽകുക നിങ്ങൾ നിസ്വാർത്ഥം. നാളെയെപ്പറ്റി ആകുലരാകരുത്. പോകും വഴികളിൽ അണുവോളം പൊന്നും കണവും കരുതേണ്ട. ആഹാരത്തിനർഹതയുണ്ടധ്വാനിപ്പവനെന്നാളും സ്വലോകത്തിനാഗമനം അറിയിക്കുവിനി പാരെങ്ങും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിലതീരാത്തൊരു ദാനത്തെ വിലയായൊന്നും നൽകാതെ നേടിയ പോലിക നൽകിടുവിൻ. ചൂടുവിനുന്നത സൗഭാഗ്യം വാങ്ങുന്നവനേക്കാൾ ധന്യൻ നൽകിയിടുന്നവനാണല്ലോ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്ക് കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എന്റെ പ്രാർത്ഥന എന്റെ സായാഹ്നബലിയായി സ്വീകരിക്കണമേ. എന്റെ നാവിനും അധരങ്ങൾക്കും അങ്ങ് കാവൽ നിർത്തണമേ. എന്റെ ചെയ്യുവാനും ദുഷ്ടന്മാരോട് സഹവസിക്കുവാനും അങ്ങനെ അനുവദിക്കരുതേ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ ധൈര്യം കൊണ്ട് എന്റെ ശിരസ് പൂശുവാൻ അനുവദിക്കരുതേ. എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നെന്ന് അപ്പോൾ മനസ്സിലായി. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം നീറുമ്പോൾ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. എന്റെ വഴികളെല്ലാം അങ്ങറിയുന്നവല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കെണികൾ വച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. എനിക്കിടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങന്റെ അഭയമാണല്ലോ. അങ്ങേ പ്രമാണം എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശബദപുറം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാൻ ഏറെ കഷ്ടപ്പെട്ടു, അങ്ങേ വാക്കനുസരിച്ച് എന്നെ രക്ഷിക്കണമേ. എന്റെ അധരങ്ങളെ കാണിക്കാൻ സ്വീകരിക്കണമേ. നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ജീവൻ എപ്പോഴും അപകടത്തിലാകുന്നു, എങ്കിലും ഞാൻ അങ്ങേ നിയമം മറന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കെണികൾ വെച്ചു, എങ്കിലും നിയമത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്ക് കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പേജ് നമ്പർ 174. ദൈവം സ്വജനത്തിന് ശക്തി നൽകുന്നു, അത്ഭുതമനവധി ചെയ്തുലകിൽ ദൈവമഹത്വം വെളിവാക്കി. നരരെ നയിച്ചു സ്ലേഹന്മാർ നരകുല പാലക സവിധത്തിൽ. നിന്നിൽ ജീവന്റെ വചനമുണ്ട്, അത്ഭുതമെങ്ങും വിളയിക്കും. സ്ലീവായാകും സീരത്താൽ ഉഴുതു വിതച്ചു ജീവൻ തൻ വിത്തുകൾ അവരെ പാരെങ്ങും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തൻ പ്രിയ സ്ലീഹർ കനവരതം ശക്തി പകർന്നൊരു കർത്താവേ, നിന്തിരുസഭയെ നയിക്കണമേ, നൽവരമെന്നും നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ആമേൻ. സഹോദരരെ, നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശാം, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ എൻ്റെ കർത്താവേ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശ്വസിഹായുടെ പരിശുദ്ധ സുവിശേഷം. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നവനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പ് എൻ്റെ ധാന്യപുരയിൽ സംഭരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കാരുണ്യവാനും ആശ്വാസദായകനുമായ പിതാവേ, ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ക്രിസ്തീയ സഭകളുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയും ലോകരാഷ്ട്രങ്ങളെ സമാധാനത്തിനും സുസ്ഥിരയ്ക്കും സഹവർത്തിത്വത്തിനും വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. തിരുസഭയിലെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. പ്രത്യേകമായ തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. നിർമ്മല ഹൃദയത്തോട് മനുഷ്യര മനസാക്ഷിയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശുമാശന്മാർക്കും മറ്റു വിശ്വാസികൾക്കും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. തിരുസഭയിലുള്ള സന്യാസികളും സന്യാസിനികളും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടിയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി വിജയകിരീടം നേടുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. തീഷ്ണതയുള്ള ആത്മായ പ്രേക്ഷിതരെ സഭയ്ക്ക് ധാരാളമായി പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട്
രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്നമന്നർക്ക് സമാധാനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കണമെന്നും ആത്മീയമോ ശാരീരികമോ ആയ പീഡകൾ സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഞങ്ങളെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാറിയോസിപ്പിന്റെയും മാത്തോമാസിഹായുടെയും പ്രാർത്ഥനാ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാവും പകലും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ തികവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളെ ജീവിതത്തിന് ഉപകരിക്കുന്നവയും ദൈവമായി നിന്നെ പ്രസാദിപ്പിക്കുന്നവയും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹവും ശാശ്വതമായ കൃപയും എപ്പോഴും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, കൈവെപ്പിനായി നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പേജ് നമ്പർ 175. മിശിഹായോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? മേശഗണങ്ങളെ രക്ഷിപ്പാനായി ആഗതനായൊരു മിശിഹാനാഥൻ കനിവോടെ നേടിയ സ്നേഹർക്കുന്നതമാകും ശക്തി പകർന്നു വരദാനത്താൽ അതിമോദം പീഡനമേകും ശത്രുജനത്തെ സഹനം വഴി അവർ വിജയിച്ചു. ആടുകളെ വിടാലയിലേക്കെത്തിച്ചിടാൻ യത്നിച്ചു. നാഥൻ തൻ തിരുമാറിൽ നിൻ അക്ഷയമൊഴുകിയ ചുടുനിണമാം മുന്തിരി നീരിൽ ലഹരിയിലാർ ഉദ്ഘോഷിച്ചു. കർത്താവിൻ ദാനം മഹനീയം. എന്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കും. തൻവത്സലരാം സ്നേഹന്മാരെ സമ്മോദിപ്പിച്ചീശോനാഥൻ ക്ഷമയോനാൻ സമ്മാനിച്ചു സമുന്നതമാകും സ്വർഗം തന്നെ താക്കോലെന്നാൽ അളിവോടെ. മൂന്നാം സ്വർഗം വരയുമുയർത്തി പൗലോസിന് ദർശനമരുളി. യോഹന്നാനെ കനിവോടെ മാറോട് ചേർത്തു സകലേശൻ. തോമാസ് സ്നേഹായ്ക്കനുവാദം നൽകി വിലാവിൽ തൊട്ടിടുവാൻ. ഇന്നവർ മഹിമയിലും സഭയിൽ നാഥൻ തൻ തിരുസവിധത്തിൽ മകുടം ചൂടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യോനാതനയൻ സ്നേഹരിൽ മുൻപ് സൗഭാഗ്യത്തിൻ മകുടം ചൂടും ക്ഷമയോനെ. അന്നു ഗലീല കടലോരത്തിൽ നാഥൻ നിന്നെ കണ്ടു കനിഞ്ഞു വിളിച്ചല്ലോ. തിരുസഭയാകും മണിസദനത്തിൽ അധിപതിയായി താൻ വാഴിച്ചു. തിരുരക്തത്താൽ നേടിയൊരാ മാനവരാശി മേയിപ്പാൻ പാപം കഴുകിയകറ്റി സദാ നേർവഴി കാട്ടി നടത്തിയിടാൻ കൽപ്പന നൽകിയ യച്ചവനാം മിശിഹാവര നിറചൊരിയട്ടെ സഭയിൽ ചിരകാലം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ഉയർപ്പിച്ച്
നീതിമാന്മാരോട് നിന്റെ വലത്തുഭാഗത്ത് നിർത്തുവാൻ കൃപയുണ്ടാകണമേ. നിന്റെ രാജ്യത്തിന്റെ മഹത്വമേറിയ പ്രഭ അവരെ അണിയിക്കുകയും തിരിച്ചുത്തം നിറവേറ്റിയ നീതിമാന്മാരോടൊന്നിച്ച് സ്വർഗീയോസ്ലേമിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലിന് സദൃശമാകുന്നു, വയലിലെ പുഷ്പം പോലെ അവ വിരിയുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലിന് സദൃശമാകുന്നു, വയലിലെ പുഷ്പം പോലെ അവ വിരിയുന്നു. കാറ്റടിക്കുമ്പോൾ അവ കൊഴിഞ്ഞു വീഴുന്നു, അവ നിന്നിരുന്ന സ്ഥലം പോലും ആരും അറിയുന്നില്ല. എന്നാൽ കർത്താവിന്റെ കരുണ നിറഞ്ഞ സ്നേഹം അവനെ ഭയപ്പെടുന്നവരുടെ മേൽ എപ്പോഴും ഉണ്ട്. അവന്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും തന്റെ ഉടമ്പടി കാക്കുന്നവർക്കും ദൈവകൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവർക്കും ലഭിക്കും. കർത്താവ് തന്റെ സിംഹാസനം ആകാശങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലരുടെ മേലും അധികാരം നടത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങേ കൃപയുടെ വാതിക്കൽ മുട്ടിവിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാ നിർഭരമായ പ്രഭാതവും സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ തൊഴുത്തിന് മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് കുറയാത്ത സ്നേഹത്തിന്റെ സമുദ്രമാകുന്നു. സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങേ മഹത്വമേറിയ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയോസേപ്പിന്റെയും വിശ്വസ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ്ലീഹായുടെയും മാർ ഗീവർഗീസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും വിശുദ്ധ ചാവറ പിതാവിന്റെയും വിശുദ്ധ അൽഫോൻസായുടെയും വിശുദ്ധ യൂപ്രാസിയയുടെയും സകല വിശുദ്ധരുടെയും മൽപ്പാന്മാരുടെയും മധ്യസ്ഥയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ ശ്രീവായുടെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.